ചെറിയച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയെന്ന്. മോഷണം നടന്നോ? അതെങ്ങനെ സംഭവിച്ചു? ശ്രീകോവിലിന് നല്ല ലോക്കൊക്കെ ഉള്ളതാണല്ലോ. അതെന്തോ കള്ളത്താക്കോലോ മറ്റോ ഇട്ട് തുറന്നു പറഞ്ഞേ. ചെറിയച്ഛൻ പറഞ്ഞത് കുറച്ച് കടുത്തു പോയല്ലേ? ഞാനോ ഓർത്തു. അത്രയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. സഹദേവൻ ചെറിയച്ഛൻ വെറുതെ പറയുന്നതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പാവം പൂർണിമ ചേച്ചി, ചേച്ചിക്ക് സങ്കടമായി കാണും. നമുക്കൊന്ന് ചെന്ന് ചേച്ചിയോട് സംസാരിച്ചാലോ? ആ, അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്നാ വാ, ഇപ്പൊ തന്നെ ചെല്ലാം. ആ, ചേച്ചി. എന്താ രണ്ടുപേരും കൂടി? ചെറിയച്ഛൻ പറഞ്ഞ കാര്യങ്ങള് ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിന്? അതൊക്കെ നിങ്ങക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, പുറമേ കാണിക്കുന്നില്ലെങ്കിലും ചേച്ചിയുടെ മനസ്സിൽ സഞ്ജയേട്ടനോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ വെറും തോന്നലാ. ഒരിക്കൽ വേണ്ടാന്ന് വെച്ചത് ഇനി ഒരിക്കലും വേണ്ടാന്ന് തന്നെയാ അതിന്റെ അർത്ഥം. അങ്ങനെ എളുപ്പം എടുത്തു മാറ്റാൻ പറ്റുന്ന ഒന്നല്ലല്ലോ അത്. ചെറിയച്ഛൻ പറഞ്ഞതൊന്നും ഒരിക്കലും ശരിയായില്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് എന്ത് വേണേലും ചെയ്യാം. എന്റെ മനസ്സിലിപ്പോ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതെന്റെ മോളാ, എന്റെ ധ്വനി. അവൾക്ക് ദോഷം വരുന്നതൊന്നും ആരും ചെയ്യാൻ പാടില്ല. മറ്റൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ദുർഗെ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. മറ്റാരേക്കാളും നന്നായി സഞ്ജയ് പൂർണിമയ്ക്ക് അറിയാം. ചേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല. പൂർണിമയുടെ മനസ്സിൽ സഞ്ജയ്ക്കുള്ള സ്ഥാനം എനിക്കറിയാം. സഞ്ജയ് നല്ല മനുഷ്യനാ. അവനൊരു തെറ്റും ചെയ്യില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത് അവന്റെ സ്വഭാവ. മുമ്പും ബിമ്പും നോക്കാതെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന ആ എടുത്തുചാട്ടം, അതാ അവർക്കിടയിലുള്ള പ്രശ്നവും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അങ്ങനെ ചേട്ടൻ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. അവൻ എന്തിനേക്കാൾ കൂടുതൽ അവന്റെ ജോലിയെ സ്നേഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എടുത്തു ചാടി ചെയ്യുന്ന പല കാര്യങ്ങളും കൂടെയുള്ളവരെ അപകടത്തിലാക്കും. അതൊക്കെ മാറിയിട്ടുണ്ടാവും. അക്കാര്യം പൂർണിമ ചേച്ചിക്ക് ബോധ്യപ്പെട്ടാ അവർക്കിടയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചേനെ അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരിയാകും. അധികം താമസിയാതെ അവരെ ഒന്നാകും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
മാറ്റ്. വേഗാവട്ടെ. ഇളക്ക് ഇളക്കി മാറ്റടാ. വരുന്നതിന് മുമ്പ് പെട്ടെന്നാവട്ടെ. കുത്തി ഇളക്ക്. വാട്ട്? എപ്പോഴാ സംഭവിച്ചത്? ചെറിയച്ചാ, മതി മതി മതി. ചെറിയച്ചാ. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ ഓടിക്കത്തിച്ചു വരുന്നത്? ചെറിയച്ചാ, ഒരു കാര്യമുണ്ട്. ആ, നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയെന്ന്. മോഷണം നടന്നോ? അതെങ്ങനെ സംഭവിച്ചു? ശ്രീകോവിലിന് നല്ല ലോക്കൊക്കെ ഉള്ളതാണല്ലോ. അതെന്തോ കള്ളത്താക്കോലോ മറ്റോ ഇട്ട് തുറന്നു പറഞ്ഞേ. കള്ളത്താക്കോലിട്ടെന്ന്? ആര് കള്ളത്താക്കോലിട്ടെന്ന്? എന്തോ സംഭവം? നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയെന്ന്. വിഗ്രഹമോഷണം പോയെന്നോ? അയ്യോ, അവിടെ CCTV ക്യാമറ ഒന്നും ഇല്ലായിരുന്നോ? നേരത്തെ ഇല്ലായിരുന്നു കിരൺ. ഈ അടുത്തെങ്ങാനും ഇൻസ്റ്റാൾ ചെയ്തോന്ന് അറിയില്ല. പോലീസ് അന്വേഷണം തുടങ്ങിയില്ലേ? അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, എന്നാൽ എന്ത് ധൈര്യത്തിലാ ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കയറി വിഗ്രഹമൊക്കെ മുട്ടിച്ചോണ്ടുപോയെ അല്ലേ? ആ വിഗ്രഹം എടുത്ത് ആരായാലും അവരെ ഉടനെ കണ്ടുപിടിച്ച് ആ വിഗ്രഹം തിരിച്ചെടുക്കണം. നമ്മുടെ കുടുംബദേവതയുടെ വിഗ്രഹമാണ്, തലമുറകളായി പൂജിക്കുന്നതാണ്. ആ ദേവിയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഈ ഐശ്വര്യം. അത് നഷ്ടപ്പെടാൻ പാടില്ല. പൂർണിമ ചേച്ചിക്ക് എല്ലാവരെയും അറിയാവുന്നതല്ലേ? അന്വേഷണം ശക്തമാക്കാൻ ഒന്ന് പ്രഷർ ചെയ്യുന്നത് നല്ലതല്ലേ? അത് ശരിയാ പൂർണിമേ, നമ്മളെ കൊണ്ടാവുന്ന പോലെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ പറ്റാവുന്നവരെ എല്ലാം വിളിച്ച് കാര്യം പറയും. ശരി ചെറിയച്ച, അങ്ങനെ തന്നെ ചെയ്യാം. എന്തൊക്കെയായത്?